ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മ വിഷ്ണുവിനെ ഫോൺ ചെയ്തിട്ട് പറയുന്നു, എടാ എനിക്കിപ്പോൾ ആരെ വിശ്വസിക്കണമെന്നറിയില്ല, സ്വന്തം നിഴലിനെ പോലും എനിക്കിപ്പോൾ പേടിയാണ് മോനെ, എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ല മോനെ. നീ ഇവിടെ അവർ വന്നപ്പോഴുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ബലം ഉണ്ടായേനെ മോനെ. വിഷ്ണു, നിന്റെ അച്ഛൻ ആകെ തകർന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക് അമ്മേ. അത് എത്ര രൂപയാണ് നമുക്ക് വന്നിരിക്കുന്നത്? അതറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റത്തുള്ളൂ മോനെ. അത് പറയുന്നത് 15 കോടിയാ. അമ്മ എന്തുവാ അമ്മേ പറയുന്നേ? 15 കോടിയോ? ആ ഉപേന്ദ്രനും ആ മന്ത്രിയും കൂടി നമ്മളെ ചതിച്ചതാ. നമ്മുടെ കുടുംബത്തിന്റെ അടിവേരാണ് അവരെല്ലാരും ചേർന്ന് ഇളക്കിയത്. വിഷ്ണു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. പക്ഷെ ഈ ആപത്ത് ഘട്ടത്തിൽ നിന്ന് അമ്മയെ സഹായിക്കണമല്ലോ. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. അമ്മേ, ഞാൻ ഇപ്പം തന്നെ വരാം. അമ്മ അച്ഛനോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറ. വിഷ്ണു ആരോടെ വളരെ പരിഭ്രമത്തോടെ ഫോൺ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ശാലിനി കാണുന്നുണ്ട്. വിഷ്ണുവേട്ടൻ വലിയ ടെൻഷനിലാണല്ലോ, എന്തു പറ്റി എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തോട്ട് വരുവാണ്. വിഷ്ണുവേട്ട എന്താ? ഏയ് ഒന്നുമില്ല. വിഷ്ണു ആകെ നിന്നങ്ങ് പതറുവാണ്. ശാലിനിയോടൊട്ട് തുറന്നു പറയാനും പറ്റുന്നില്ല. കാരണം ഇത് ശാലിനി മുൻകൂട്ടി കണ്ട് പറഞ്ഞതായിരുന്നല്ലോ. അന്ന് ശാലിനിയെ വിഷ്ണു ഒരുപാട് കളിയാക്കിയതല്ലേ. അതുകൊണ്ട് വിഷ്ണുവിന് ശാലിനിയോട് പറയാനും വയ്യ. വിഷ്ണുവേട്ട നിക്ക്, എന്താ ഉണ്ടായ കാര്യമെന്ന് എന്നോട് പറ. ഞാൻ ഇറങ്ങുവാണ് ശാലിനി എന്ന് പറയുമ്പം ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ട എന്തായാലും എന്നോട് പറഞ്ഞിട്ട് പോകും, എന്താ കാര്യം അത് എന്നും പറഞ്ഞ് വിഷ്ണു പറയാൻ പറ്റുന്നില്ല. അത് ഞാൻ വിളിക്കാം എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ശാരദാമ്മയും വന്ന് നോക്കുവാണ്. വിഷ്ണു ആകെ ഒരു ടെൻഷനിലാണല്ലോ നിൽക്കുന്നത്. ദൈവമേ, ഇത്രയും നേരം വളരെ സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നല്ലോ, ഇത് എന്ത് പറ്റി? ആരായിരിക്കും ഫോൺ ചെയ്ത് വിളിച്ചത്? സത്യമോൾ ഓടി വന്നിട്ട് ചോദിക്കുന്നു, ബിഗ് ഫ്രണ്ട് പോവുകയാണോ? വിഷ്ണുവിന് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ കുഞ്ഞിനെ അങ്ങ് നോക്കിയിട്ട് പോയിട്ട് വരാം മോളെ എന്നും പറഞ്ഞ് വിഷ്ണു സത്യമോൾക്ക് ഉമ്മ കൊടുക്കുവാണ്. സത്യമോള് പറയുക, എന്നാൽ ഞാൻ കൂടെ വരട്ടെ മോളെ വന്ന് പിന്നെ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് പതറിയടിച്ച് സങ്കടത്തോടെ പെട്ടെന്ന് വണ്ടിയെടുത്തങ്ങ് പോവുകയാണ്. എന്താ ബിഗ് ഫ്രണ്ടിന് പറ്റിയത്? അറിയില്ല മോളെ. ശാരദാമ്മ ചോദിക്കുന്നു, മോളെ എന്താ വിഷ്ണു പെട്ടെന്ന് പോയത്? അറിയില്ലമ്മേ. ആരായിരിക്കും ഫോൺ ചെയ്തത്? എന്താ വിഷ്ണുവിന് ഇത്ര ടെൻഷൻ? ഒന്നും മനസ്സിലാകാതെ അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ശാരദാമ്മ ആകെ സങ്കടപ്പെട്ടിട്ട്, എൻ്റെ ദേവി നല്ല സന്തോഷത്തിലിരുന്നതായിരുന്നല്ലോ, ഈ സന്തോഷം വീണ്ടും പോവുകയാണോ? വിഷ്ണു അങ്ങനെ വണ്ടിയെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ശാലിനി അന്ന് പറഞ്ഞതൊക്കെ ഓർക്കുവാണ്. കാട്ടിൽ കയറി മരം മുറിക്കാനുള്ള അനുവാദം മേടിക്കും, എന്നിട്ട് പെർമിഷൻ ഇല്ലാത്ത മരങ്ങളെല്ലാം അങ്ങ് മുറിക്കും. ഇപ്പോഴാണെങ്കിലോ പരിസ്ഥിതി പ്രവർത്തകർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് കോടതിയിലെത്തിയാൽ സർക്കാരിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതായത് സത്യാമ്മയുടെ പ്രോപ്പർട്ടി വെച്ചാണ് എടുത്തിരിക്കുന്നതെങ്കിൽ കോടതിയിൽ കേസ് പോയാൽ കുടുംബത്തോടെ ഇറങ്ങേണ്ടി വരും. ശാലിനി അന്ന് പറഞ്ഞതും അന്ന് ഉപേന്ദ്രൻ വീട്ടിൽ വക്കീലുമായിട്ട് വന്ന് എല്ലാവരെയും കൊണ്ടും ആ മുദ്രപത്രത്തിൽ ഒപ്പിടിച്ചതും എല്ലാം ഇങ്ങനെ വിഷ്ണു ഓർത്തുകൊണ്ട് വണ്ടി ഓടിച്ചിങ്ങനെ വരികയാണ്. സുസ്മിതയാണെങ്കിൽ എന്തോ വലിയ ആലോചനയിൽ ഇങ്ങനെ ചേറയിലിരുന്ന് ആടുവാണ്. വിഷ്ണു സത്യമോളയും കൊണ്ട് ബൈക്കിൽ കറങ്ങുന്നതൊക്കെ എങ്ങനെയോ സുസ്മിത അറിഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് സുസ്മിത ഇരിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രബോസ് അങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്രബോസ് വളരെ സന്തോഷത്തിലാണ്. ആ ചെയറിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്ന സുസ്മിതയെ നോക്കി ചന്ദ്രബോസ് പറയുന്നു, ഈ ആട്ടമൊന്നും പോരാ മോളെ, നല്ല ഊഞ്ഞാല് കെട്ടിത്തന്നെ ആടണം. ചിറ്റപ്പൻ വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ അല്ലാതെ. ഒരു പാക്കറ്റ് ലഡുവൊക്കെ ആയിട്ടാണ് ചിറ്റപ്പൻ വന്നിരിക്കുന്നത്. എന്നാ മോളൊന്ന് പിടിച്ചേ. നോക്കി നിൽക്കാതെ ഇതങ്ങോട്ട് എടുക്കുമോളെ. എടി മോളെ, സർവേശ്വരനെ ചില സമയത്ത് ചില കളികളൊക്കെ കളിക്കും. ചിലപ്പോൾ സംഗതികളൊക്കെ ഗുണദോഷ മിശ്രിതങ്ങളായിട്ടായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണം മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ചിറ്റപ്പൻ സന്തോഷിക്കാതിരിക്കുന്നത്? ഓ, ഒന്ന് വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞിട്ടപ്പാ. എടി മോളെ, എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. എന്റെ മോളെ ACP ചന്ദ്രബോസ് വീണ്ടും ACP ചന്ദ്രബോസ് ആയി. സുസ്മിതയ്ക്ക് അത് കേട്ടിട്ട് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. അവൾ ആ കയ്യിലിരുന്ന ലഡു അങ്ങനെ പൊടിച്ച് കളയുവാണ്. എന്താ മോളെ ഈ കാണിച്ചത്? ചിറ്റപ്പൻ സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ? അതെ, സന്തോഷം ചിറ്റപ്പന് മാത്രം മതിയോ? എനിക്ക് വേണ്ടേ? എനിക്ക് സന്തോഷം കിട്ടാത്തത് കൊണ്ട് മാനസികമായി എനിക്ക് ചിറ്റപ്പന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റുന്നില്ല. അങ്ങനെ മോക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് ചിറ്റപ്പൻ അറിയേണ്ടതാണല്ലോ. മോൾ കാര്യം എന്താന്ന് വെച്ചാ പറ. എൻ്റെ ഈ സങ്കടം ചിറ്റപ്പൻ അറിയാവുന്നത് തന്നെയാ. നമ്മുടെ വർഗശത്രുവിന്റെ പരാജയമല്ല ഇവിടെ നടന്നിരിക്കുന്നത്, വിജയമാണ്. അതിൽ സന്തോഷിക്കാൻ ഈ സുസ്മിതയെ കിട്ടില്ല. എൻ്റെ മോളെ എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് തെളിച്ചു പറ. കാര്യങ്ങളൊക്കെ ഇപ്പൊ വളച്ചു കെട്ടുന്നത് നീയാണേ. വിഷ്ണുവും ശാലിനിയും ഒന്നിച്ചതായി എനിക്ക് വിവരം കിട്ടിച്ചിട്ടപ്പാ. രണ്ടുപേരും പുതുമോടികളെ പോലെ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുക. രണ്ട് ധ്രുവങ്ങളിൽ ഇരിക്കേണ്ടവർ ഒന്നിച്ച് മധുവിധു ആഘോഷിച്ച് നടക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ
ആർക്കാ ചിറ്റപ്പ സന്തോഷം തോന്നുന്നത്? ഈ സുസ്മിത സന്തോഷിക്കണമെങ്കിൽ അവർക്കിടയിൽ ഭീകരമായ സംഭവങ്ങൾ ഉണ്ടാകണം, ദുരന്തങ്ങൾ സംഭവിക്കണം, അല്ലെങ്കിൽ ഈ സുസ്മിത നീറി നീറി ചാവും. സുസ്മിത ഈ പറയുന്ന ഒന്നും മനസ്സിലാകാതെ ചന്ദ്രബോസ് ചോദിക്കുക, എടി അവരെങ്ങനെ ഒന്നിക്കുമെന്നാ നീ പറയുന്നത്? അവർ രണ്ടുപേരും ഇങ്ങനെ എന്നും അകന്നു നിൽക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാ. ആ വിഷ്ണുവിന്റെ അമ്മ സത്യഭാമയില്ലേ, അവർക്ക് 4 ചുറ്റും കണ്ണും ചെവിയും ഉണ്ട്. വിഷ്ണുവും ശാലിനി അനങ്ങിയാൽ അവരറിയും. ആ സ്ഥിതിക്ക് ഒളിച്ചല്ലാതെ ഒന്ന് മിണ്ടാൻ പോലും അവർക്ക് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ കുട്ടിയുടെ കാര്യം തന്നെ എടുത്തോ, ഒരിക്കലെങ്കിലും അവർക്ക് സത്യഭാമയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അവരെങ്ങനെ ഒന്നിക്കുമെന്നാ നീ പറയുന്നത്? ചിറ്റപ്പൻ എന്തറിയാം? സത്യഭാമയുടെ ജീവൻ എന്ന് പറയുന്നത് തന്നെ വിഷ്ണുവാണ്. അവനെ ആശ്രയിച്ചാണ് സത്യഭാമയുടെ അഹങ്കാരവും ആഗ്രഹവും എല്ലാം നിലനിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അമ്മയ്ക്കൊപ്പം മകൻ നിൽക്കണമെങ്കിൽ അമ്മ ശാലിനിയെ അംഗീകരിച്ചേ പറ്റൂ എന്നൊരു നിലപാട് വിഷ്ണു എടുത്താൽ, മകന്റെ സ്നേഹം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമ്മയ്ക്ക് അവരെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവരെല്ലാവരും ഒന്നിക്കില്ലേ? നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഈ ലക്ഷ്മണരേഖ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവർ ജയിക്കും ചിറ്റപ്പ. അവരൊന്നിക്കും. അവരങ്ങനെ ഒന്നിച്ചാൽ ചിറ്റപ്പനോട് ഞാൻ ആണയിട്ട് പറയുക, പിന്നെ ഈ സുസ്മിത ഇല്ല. സുസ്മിത പറയുന്നതെല്ലാം കേട്ട് ചന്ദ്രബോസ് ഇങ്ങനെ നിന്നിട്ട്, എടി മോളെ, നീ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. എടി മോളെ, നമ്മളോടൊപ്പം ഇപ്പൊ അവിടുത്തെ വാൽഭാഗം ഉണ്ടല്ലോ, അവശേഷിക്കുന്ന അവശേഷമെന്ന് കരുതി പുറന്തള്ളിയ പുറമ്പോക്ക്. മോക്ക് മനസ്സിലായില്ലേ? ആ രോഹിത്, അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വിഷ്ണുവിനും ശാലിനിക്കും സത്യഭാമയുടെ ഇടയിലേക്ക് രോഹിത്തിനെ നമുക്കൊരു മനുഷ്യ ബോംബായിട്ട് കടത്തിവിടാം. തൊട്ടാൽ പൊട്ടുന്ന മനുഷ്യ ബോംബ്. എടി മോളെ, ചോറ് വാരിക്കൊടുത്ത കൈക്ക് ഇവൻ തന്നെ കൊത്തട്ടെ. സത്യഭാമയുടെ സാമ്രാജ്യത്തിന് ദത്തുപുത്രന്റെ സമ്മാനം. ചന്ദ്രബോസിന്റെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് സുസ്മിത പറയുക, ചിറ്റപ്പ, അവനെ ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മളിടുന്ന മൂക്കുകയറിൽ അവൻ നിൽക്കുമോയെന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. പിന്നെ ഇപ്പോൾ ലഹരി അവനൊരു മണവാട്ടിയാ. അങ്ങനെ ആ മണവാട്ടിയുടെ കൈകൊണ്ട് തന്നെ അവനൊരു സുഖനിദ്രയിലാകും. പക്ഷെ അതിനു മുമ്പ് ചിറ്റപ്പ നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. ഈ കൊച്ചെ, അവനാണെങ്കിൽ ഇപ്പോഴേ താളം തെറ്റി നടക്കുന്ന ഒരു പട്ടമാണ്. പഞ്ചത്തിലൊന്ന് തലോടിയാൽ ആരുടെ വേണമെങ്കിലും തല വേണേ വെട്ടി അവൻ നമ്മുടെ കാൽക്കീഴി വെക്കും. അതാണ് അവൻ്റെ ഇപ്പോഴത്തെ പരുവം. അറക്കാൻ കിട്ടിയ മാടിനെ ഒറ്റ വെട്ടിൽ അറുത്താൽ അതിനെന്ത് ത്രില്ലാ മോളെ ഉള്ളത്? കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ടൊന്ന് വരട്ടെ. രോഹിത്തിനെ കൊണ്ട് തന്നെ നമുക്ക് സത്യഭാമയുടെ വീടിന്റെ അടിവേര് തോണ്ടിയെടുക്കാം. സത്യഭാമ ഞെട്ടും. വിഷമുള്ള പാമ്പിന് പാലും പഴവും കൊടുത്ത് കൂടെ കൂട്ടിയതിന് സത്യഭാമ അങ്ങനെ അവരെ തന്നെ ശപിക്കും. അതിനൊക്കെ ഇവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിലും എന്റെ ചിറ്റപ്പ, ഈ ശത്രുക്കൾ തകരുമ്പോൾ ചിറ്റപ്പന്റെ കണ്ണിൽ കാണുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീല് തന്നെയാ. നേടി ജയിച്ചതിന്റെ ഒരു അഹങ്കാരം. ചന്ദ്രബോസ് വീണ്ടും കൊണ്ടുവന്ന ആ സ്വീറ്റ് എടുത്ത് സുസ്മിതയ്ക്ക് കൊടുക്കുവാണ്. മോളെ, നീ ഇതൊന്ന് കഴിക്ക്, എന്നിട്ടിരി കാര്യങ്ങൾ പറയാം. സത്യഭാമയുടെ ചാവടിയത്തിന്റെ വകയിരുത്താനാണോ ചിറ്റപ്പ ഇത്? ഇനി എന്ത് ചാവാനടി മോളെ? അവരിപ്പോ ചാവാതെ ചത്തുകൊണ്ടിരിക്കുക. ആകെ ഉണ്ടായിരുന്ന മൺതരി ഇപ്പൊ കാൽച്ചുവട്ടിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുക. സഹായത്തിന് വേണ്ടി കയ്യെത്തിച്ച് പിടിക്കാൻ മക്കളും മരുമക്കളും ഇല്ലാത്ത ഒരു അവസ്ഥ വന്നാലോ? അതാ ഇപ്പോഴവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ചിറക്കി ശാലിനിയെയും വിഷ്ണുവിനെയും പിന്നെ ആ കൊച്ചിനെ അടക്കം എടി തെരുവിലോട്ട് ഇറക്കിയെന്ന് അതിന് നമ്മൾ സന്തോഷിക്കുവല്ലേ വേണ്ടത്? അങ്ങനെ നമ്മുടെ പദ്ധതികളെല്ലാം 100% വിജയിച്ചതിൻ്റെ സന്തോഷമാണ് ഈ ലഡുവിൻ്റെ രൂപത്തിൽ മോടെ കയ്യിലിരിക്കുന്നത്. ഇത് എന്ത് വിജയവാ ചിറ്റപ്പ! ഇതിപ്പോ വിജയിച്ചത് ശാലിനിയും വിഷ്ണുവല്ലേ? പരാജയപ്പെട്ടത് സത്യഭാമയും നമ്മളും. നീ എന്തോന്നാ കൊച്ചെ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലിപ്പൊ ഞാൻ മനസ്സിലാക്കി തരാം. ശാലിനിയും വിഷ്ണുവും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മളുടെ മുഖ്യമായ അജണ്ട. അവരങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അവരെ പിന്നെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാവില്ല. വിഷ്ണു ശാലിനിക്കൊപ്പം ഉണ്ടായാൽ ഈ രാജ്യം തന്നെ പിടിച്ചടക്കിയ അഹന്തയായിരിക്കും അവൾക്ക്. അവളുടെ ആ അഹങ്കാരം കാണാൻ പറ്റാത്തത് കൊണ്ട് ചിറ്റപ്പന്റെ സ്വന്തം സുസ്മിത ഈ നാട് വിടേണ്ടി വരുവോ? അയ്യോ എൻ്റെ മോളെ, ആ കാര്യം ഓർത്ത് നീ നാട് വിടേണ്ട ഒരു കാര്യവും ഇല്ല. ഈ കൂട്ടം ചേർത്ത കൈകൾ കൊണ്ട് തന്നെ കണ്ണികളർത്ത് കർമ്മം ചെയ്ത ചെറിയ പാരമ്പര്യം ഈ ചിറ്റപ്പനുണ്ട്. എൻ്റെ മോടെ സന്തോഷത്തിന് വേണ്ടി വന്നാൽ ചിറ്റപ്പൻ അതും ചെയ്യും. അത് ചെയ്യണം ചിറ്റപ്പ. ശാലിനിയും വിഷ്ണുവും ഒന്നിച്ച് ജീവിക്കാൻ ഇടവന്നാൽ ഞാൻ പിന്നെ കാണുന്നത് എൻ്റെ മരണമാണ്. എനിക്കത് സഹിക്കില്ല, പിടിച്ചു നിൽക്കാനും ആവില്ല. ഇതെന്തൊരു പകയാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നോട് തന്നെ ഞാൻ പലവട്ടം ചോദിച്ചിട്ടുമുണ്ട്, പക്ഷെ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനുള്ള ഉത്തരം ഇനി തരുന്നത് അവനാണ് മോളെ, രോഹിത്. നമ്മുടെ കയ്യിലെ കുട്ടിക്കുരങ്ങനാണ് അവൻ. അവനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാൻ പോകുന്നതും അവർക്കെതിരെയുള്ള കളികളാണ്. മോള് കണ്ടോ, അവരൊന്നിച്ചുള്ള ജീവിതം ഉണ്ടല്ലോ.
അല്പായസാകാനുള്ള മന്ത്രം നമ്മൾ ഓതിക്കൊടുക്കുന്നത് അവന്റെ കാതുകളിലോട്ടാണ്. ആ രോഹിത്തിന്റെ അവനെ കൊണ്ട് നമ്മൾ വാരിക്കാൻ പോകുന്നത് ചുടുചോറാ. ആ ചുടുചോറ് ചെന്ന് പതിക്കാൻ പോകുന്നത് ശാലിനിയുടെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലാ. വിഷവാടി കുത്തിവെക്കാൻ പോകുന്നു, കൊടും വിഷം. ചിറ്റപ്പൻ എന്ത് വേണേലും കുത്തിവെച്ചോ, പക്ഷേ അവളും അവനും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചിറ്റപ്പൻ എത്ര പൈസ വേണം ഞാൻ തരും, പക്ഷെ അതെല്ലാം ഇവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. അവരെ അങ്ങനെ എത്രത്തോളം ദ്രോഹിക്കാവോ അത്രയ്ക്ക് പണം ചിറ്റപ്പൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന് ചേർന്നുകൊണ്ടിരിക്കും. ഇത് ചിറ്റപ്പന് സുസ്മിത തരുന്ന വാക്കാ. ശത്രുവിനെ ഒതുക്കുന്ന കാര്യത്തിൽ ഈ സുസ്മിത ഒരു അക്ഷയപാത്രമാണ് ചിറ്റപ്പ. പണം ഒഴുക്കുന്ന അക്ഷയപാത്രം. അച്ഛനും മക്കളും ഭാര്യയും കൂടി ഒരുമിച്ചൊരു കൂരെ ഒടുങ്ങിത്തിരുന്നത് മോളെന്ന് സങ്കല്പിച്ചേ. ഇടി മോളെ, നീ ചുമ്മാതൊന്ന് സങ്കല്പിച്ചേ. എൻ്റെ ചിറ്റപ്പ, സങ്കല്പിച്ചാൽ പിന്നെ അത് നടത്തണം. ഇല്ലെങ്കിൽ പിന്നെ അതെനിക്ക് സഹിക്കില്ല. ഈ സുസ്മിതയെ ഒന്ന് ആഗ്രഹിച്ചു പോയാൽ ചങ്ക് പറിച്ചു തരുന്നവൻ്റെ ചങ്കായാൽ പോലും സുസ്മിതയ്ക്ക് അത് കിട്ടണം. അതെനിക്കൊരു വാശിയാ. ആ വാശിയാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. എങ്കിൽ മോളൊന്ന് വെയിറ്റ് ചെയ്യ്. ചിറ്റപ്പനൊരു മാസ്റ്റർ പ്ലാൻ ഒന്ന് തയ്യാറാക്കട്ടെ. പുതുജീവിതം തുടങ്ങാൻ പോകുന്ന വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും തലയ്ക്ക് മുകളിൽ വട്ടവിട്ട് പറക്കാൻ പാകത്തിനൊരു കഴുകനെ ഒരുക്കി നിർത്താൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ണ് തെറ്റിയാൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ അതിവിദഗ്ധമായി റാഞ്ചാൻ കഴിവുള്ള ഉപ്പൻ്റെ കണ്ണുള്ള കഴുകൻ. പിന്നെ അവനങ്ങ് തീരുമാനിക്കും ആരെയാണ് ആദ്യം റാഞ്ചേണ്ടതെന്ന്. അച്ഛനെ വേണോ, മക്കളെ വേണോ, അതോ അമ്മയെ വേണോ? ആളെ എണ്ണി വില പേശി തന്നെ അവൻ റാഞ്ചും. നമ്മളൊന്ന് പണം എറിഞ്ഞ് നിന്നുകൊടുത്താൽ മാത്രം മതി. എന്നാൽ പിന്നെ ചിറ്റപ്പൻ അതൊന്ന് എളുപ്പം കറക്റ്റ് ചെയ്യാൻ നോക്ക്. പണത്തിൻ്റെ കാര്യം ഞാനും കറക്റ്റ് ചെയ്തോളാം. വരട്ടെ, എടുത്തുചാടി ഇപ്പോൾ ഒന്നും ചെയ്യണ്ട മോളെ. 2ാം വരവല്ലേ, രണ്ടുപേരുടെയും മധുവിധു കാലവും അല്ലയോ. അതൊന്ന് ചൂട് പിടിച്ച് വരുമ്പോൾ നമുക്ക് ആളെ ഇറക്കാം. ഇണക്കുരികൾ സ്നേഹിച്ചിരിക്കുമ്പോൾ ഒന്നിനൊന്നേ നഷ്ടപ്പെടണം. എന്നാലേ വിരഹത്തിൻ്റെ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹിച്ച് അവരങ്ങനെ ഉയരങ്ങളിലോട്ട് എത്തുമ്പോൾ ഒരാളെ നമുക്കങ്ങ് പൊക്കാം. അതാരെയാ വേണ്ടതെന്ന് കഴുകൻ തീരുമാനിക്കട്ടെ. ഉപ്പൻ്റെ കണ്ണുകളുള്ള കഴുകൻ അത് ഞാൻ തന്നെ ആകണമെന്ന് ഉടയ തമ്പുരാൻ കൽപ്പിച്ചാൽ പിന്നെ മാറാൻ പറ്റില്ലല്ലോ. രോഹിത്താണെങ്കിൽ കുടിച്ച് പൂസായി ലെവലില്ലാതെ അവനിങ്ങനെ ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുക. സത്യഭാമയാണെങ്കിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് പെരയ്ക്കകത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. 15 ദിവസത്തിനുള്ളിൽ 15 കോടി രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടിക്ക് പോകേണ്ടി വരും. എന്നാൽ റവന്യൂ ഓഫീസർ അറിഞ്ഞത് സത്യഭാമ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഭാമയുടെ അടുത്തോട്ട് രാഘവേട്ടനെ പിള്ള കൊണ്ടുവരുന്നുണ്ട്. സങ്കടത്തോടെ രാഘവേട്ടൻ ഭാമയോട് ചോദിക്കുന്നു, ഭാമേ, നമുക്കിനി രക്ഷപ്പെടാൻ യാതൊരു മാർഗവും കാണുന്നില്ലല്ലേ? ആ സമയത്ത് അങ്ങോട്ട് ശ്യാമയാണെങ്കിൽ രാഘവേട്ടന് കഴിക്കാനുള്ള മരുന്നും ഗുളികയും വെള്ളമൊക്കെ ആയിട്ട് വരുവാണ്. അച്ഛാ, മരുന്ന് കഴിക്കേണ്ട സമയമായി, കൊണ്ടുപോയിക്കോ അതൊക്കെ. ഇതൊക്കെ കഴിച്ച് ആയുസ് നിലനിർത്തിയിട്ട് എന്ത് കാര്യം? ഇറങ്ങുന്നതിന് മുമ്പ് ജീവനങ്ങ് പോയാൽ അത്രയും നന്ന്. രോഹിത് ഓട്ടോയിൽ അങ്ങോട്ട് വന്ന് ഇറങ്ങുവാണ്. കാല് നിലത്തുറയ്ക്കാതെ ആടിക്കൊണ്ടവൻ എടി ശ്യാമേ, എടി ശ്യാമേ, ശ്യാമേ എന്നിങ്ങനെ വാതൊക്കെ കിടന്ന് അങ്ങനെ അലറുവാണ്. ശ്യാമേ, ഇറങ്ങി വാടി. ശ്യാമ ആകെ ഭയന്ന് വിറയ്ക്കുവാണ്. എന്താടി നിന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞ ഇറങ്ങി വരാത്തത്? ഇറങ്ങി വാടി. സത്യഭാമ ചോദിക്കുന്നു. അത് രോഹിത്തിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? എന്തിനാ ഇങ്ങനെ പുറത്ത് കിടന്ന് ഒച്ച വെക്കുന്നേ? രോഹിത് അവിടെ കിടന്ന് വീണ്ടും വിളിച്ചു പോവാണ്. എടി, എന്നെ ഒരു പടുകുഴി തള്ളിയിട്ടിട്ട് നീ അവിടെ ഒളിച്ചു നിൽക്കുവാണോടി? ഇറങ്ങി വാടി ഇങ്ങോട്ട്. രോഹിത് അങ്ങനെ പറയുമ്പോൾ ശ്യാമ പോകാനൊരുങ്ങുമ്പോൾ സത്യഭാമയോടെ പിടിച്ചു നിർത്തുവാണ്. അവൻ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവൻ അകത്തോട്ട് വരട്ടെ. ആരെയും പുറത്തോട്ട് കാണാത്തത് കൊണ്ട് രോഹിത് ഇങ്ങനെ ആടി ഒലഞ്ഞ് അകത്തോട്ട് കയറി വരുവാണ്. ആഹാ, എല്ലാവരും ഇവിടെ നിൽക്കുമായിരുന്നോ? ആടി ഒലഞ്ഞ് കാല് താഴെ ഉറപ്പിക്കാൻ പോലും വയ്യാത്ത രീതിക്ക് നിൽക്കുന്ന രോഹിത്തിനെ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രോഹിത്തിന്റെ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോയി കഴിഞ്ഞ് ഇനി ചന്ദ്രബോസിനും സുസ്മിതയുടെയും കയ്യിൽ രോഹിത് വെറും ഒരു കളിപ്പാവയാവും. അവർ പറയുന്നതനുസരിച്ച് നടക്കുന്ന വെറും ഒരു മനുഷ്യ ബോംബായി രോഹിത് മാറുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.